പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ മഹത്വപ്പെടട്ടെ. ഈ വിശുദ്ധ ദിവസം ഓൺലൈൻ സൺഡേ സർവീസായി നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ അധരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വായ്കളെ തുറന്ന് കർത്താവിനെ നന്ദി പറയാം, കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ചലിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അധരങ്ങളെ ചലിപ്പിച്ച് വായ്കളെ തുറന്ന് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ, നാളുകൾ എല്ലാം നമ്മെ നടത്തിയ നമ്മുടെ കർത്താവിനെ, കർത്താവ് തൻ്റെ മഹത്വം നമ്മുടെ മേൽ ചലിക്കേണ്ടതിന്, ചലിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സെക്കൻഡുകൾ, ചില മിനിറ്റുകൾ എല്ലാ വായ്കളെ തുറന്നാട്ടെ, എല്ലാ ധനങ്ങളെ ചലിപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ നടുവിൽ തൻ്റെ സാന്നിധ്യത്തെ പകരുവാൻ, കർത്താവിൻ്റെ മഹത്വം ഇന്ന് പകൽ നമ്മുടെ ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തേണ്ടതിന്, ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കേണ്ടതിന്, തൻ്റെ ജനമായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും തൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ കർത്താവ് പകരുവാൻ, ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിപ്പാൻ, അനുഗ്രഹിക്കേണ്ടതിന് തൻ്റെ ജനത്തെ ദൈവം മാനിപ്പാൻ, കർത്താവിൻ്റെ കൃപ ധാരാളമായി തൻ്റെ ജനത്തിന്മേൽ ദൈവാത്മാ പകരുവാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി, ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിന് നന്ദി, ദൈവത്തിൻ്റെ വലിയ പകർച്ചയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 2026 ആണ്ടിൻ്റെ ഈ കർത്താവേ രണ്ടാമത്തെ മാസം ആരംഭ ഞായറാഴ്ചയായി, ആരംഭ ദിവസമായി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ പുതിയ മാസത്തിൽ തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങ് പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് ഇന്ന് പകൽ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. തുടർന്ന് ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, എല്ലാ നന്മകളാൽ കർത്താവ് നിറച്ചാട്ടെ. മഹത്വം മുഴുവനും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരുമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ പാടി ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരാമില്ലെന്നോതിയിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും, സാരാമില്ലെന്നോതിയിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും, ഇന്നലെയും ഇന്നും എന്നും. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. തമ്പുരാന്റെ തിരുവാകെ നാം ഓർക്കവേ പോകാകവേ, തമ്പുരാന്റെ തിരുവാകെ നാം ഓർക്കവേ പോവാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാ. തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടുതാ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടുതാ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. രാവിലും പകലിലും ചേലെടുത്തൻ കാലനും, രാവിലും പകലിലും ഭൂമിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂമിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ.
സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാന്റെ തിരുവാതിരമോർക്കവേ പോകാകവേ, തമ്പുരാന്റെ തിരുവാതിരമോർക്കവേ പോകാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരാമെല്ലാം നോദിടും തൻ മാർവിലെന്നെ, സാരാമെല്ലാം ചേർത്തിടും. എന്നും നല്ലവൻ, ഓ എന്നും നല്ലവൻ, ഓ ഇന്നലെയും ഇന്നും എന്നും, ഇന്നലെയും ഞാനല്ലാതെ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുക, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുക, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഓ ഇന്നലെയും ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും അന്യൻ. രാവിലും പകലിലും ചേലെടുത്തൻ പാലനം, രാവിലും പകലിലും ചേലെടുത്തൻ പാലനം, ഭൂമിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂമിയിലെനിക്ക് മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഓ ഇന്നലെയും ഇന്നും, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും, ഓ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും അന്യനല്ലവേ. Praise the Lord. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പാട്ടുകളെ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് വല്ലഭനാണ്, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. സ്തോത്ര. പാട്ടുകാരൻ പാടുന്നു, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത് പെരുവെള്ളത്തിനിരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ജീസസ്. നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവുമൻ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവുമൻ യേശുവിന്. യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവൻ എങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും
യേശുവിനെ എൻ്റെ കാൽകളെ ഭാരമിൽ നിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി എൻ്റെ കാൽകളെ ഭാരമിൽ നിർത്തി ഗമനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ഓ ശ്രേഷ്ഠന്മാർ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം യേശു നല്ലവേ അവൻ വല്ലവേ അവൻ്റെയോ എന്നുമുള്ളത് യേശു നല്ലവേ അവൻ വല്ലവേ അവൻ്റെയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം പെരുവെള്ളത്തിൽ സ്തുതിച്ചിടുക അവൻ്റെ നാമം ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ഓഹോ നാശകരമായ തുഴഞ്ഞ ചെന്നും കയറ്റി നാശകരമായ എന്ന കയറ്റി ഹല്ലേലൂയ ഹല്ലേലൂയ യെസ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ്റെ യേശുവിനെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ്റെ യേശുവിനെ എൻ്റെ കാൽകളെ ഭാരമിൽ നിർത്തി എൻ്റെ മനത്തെ സുസ്ഥിരമാക്കി എൻ്റെ കാൽകളെ ഭാരമിൽ നിർത്തി എൻ്റെ മനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എൻ്റെ കർത്താവേ
എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും എൻ്റെ യേശുവിനെ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും എൻ്റെ യേശുവിനെ. എന്നും നല്ലവൻ അവൻ്റെയോ എന്നുമുള്ളവേ, അവൻ വല്ലവേ, അവൻ്റെയോ എന്നുമുള്ളവേ. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. പെരുവെള്ളത്തിൻ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങു ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങു ഉയർത്തിടാ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. വല്ലവനാം പ്രാർത്ഥനവേൻ വല്ലഭനാ വെളിപ്പെടുമേ. വല്ലഭനാ പ്രാർത്ഥനവേൻ വല്ലഭനാ വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങു ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങു ഉയർത്തിടാ. നെട്ടിയാത്ത് കരത്താലോ പരിശുദ്ധാത്മാ ശക്തിയാലോ. നെട്ടിയാത്ത് കരത്താലോ പരിശുദ്ധാത്മാ ശക്തിയാലും തിരുവചനം അതിധൈര്യമാം ഉരച്ചിടുക സഹോദരനെ. ഓ തിരുവചനം അതിധൈര്യമാം ഉരച്ചിടുക സഹോദരനെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങു ഉയർത്തിടാ. അത്ഭുതമേശുവിൻ ഉയർത്തിടാ. മിന്നൽ പിണാരുകൾ വീശും ആരിയെ ഊറ്റുമവേ. മിന്നൽ പിണാരുകൾ വീശും ആരിയെ ഉണരുകയാൽ ജനകോടികൾ പകരുമപ്പോൾ ദുശക്തികൾ ഉണരുകയാൽ ജനകോടികൾ പകരുമപ്പോൾ ദുശക്തികളോ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങു ഉയർത്തിടാ. അത്ഭുതമേശുവിൻ
ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അടങ്ങിടുമേ തൻ ഭുജബലത്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് പകലോ തൻ ഭുജബലത്താ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. കുരുടാരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടത്തുമേ. കുരുടാരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും. ഓ കുടം കുള്ളവേ കുതിച്ചുയരും ഊമരെല്ലാം സ്തുതി മുഴക്കും. സ്തുതി മുഴക്കോ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികൾ ആശ്വസിക്കും രോഗികൾ ആശ്വസിക്കോ. ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികൾ ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികൾ ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പണി തീടുക. തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു പണി തീടുക. തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു എഴുന്നേറ്റു നാം പണി തീടുക. തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണി തീടുക. തിരുകരങ്ങൾ നമ്മോടിരിക്കും. ആമേൻ. എഴുന്നേറ്റു നാം പണി തീടുക. തിരുകരങ്ങൾ നമ്മോടിരിക്കും. ആമേൻ. എഴുന്നേറ്റു നാം പണി തീടുക. തിരുകരങ്ങൾ നമ്മോടിരിക്കും. തുഴാരബലത്വര വൈഡബലത്തെ ഓ വിമലബലബലം ശബലത്വര വൈഡബലത്തെ രിഗമാരികതേ രിഗമൂഢമനന്തേ രിഗമാരികതല വൈഡമനത്തെ ൂഢാവനത്തിരകലകടകാലികബല പുഷമനത്തര രിഗജഗദല തീരക ജഗദല വൈഡമനത്തെ രിഗബല ഭൂഢമനത്തെ
Oh, Ramanatara, Vaidavantara, Gavana, Shaman, Rabal Puda, Adaraban, Shaman, Batuda, Tara, Gavanaka, Pigadala, Vaidavan, Tiba, Udaman, Shadama, Pigadala, Gavan, Vaidavan, Udana, Vaidavan, Rivala, Vaidavan, Udamanam, Ataman, Shaman, Udaman, Gavala, Udamanam, Rigavan, Jagatagala, Vaidavan, Udaman, Ribalavan, Ribudaman, Shaman, Udaman, Vaidamanam, Rigavan, Ribal, Udaman, Duran, Udaman, Rubana Vaidavanate, Rivaidavanaturan, Vaidavanatana Durabasi, Adanangalaga Tudavan, Penadurabala, Vaidavanate, Adana Vivala Udavan, Chagatira, Vaidavan, Tana Vaidavane, Rigavande, Rivala Vaidavanabala, Vaidavatudavane, Adana Vaidavanatana, Vaidavanatana, Viraga Tudavanate, Oh, Rigavanatana, Vaidavanate. Hallelujah, we praise you, Jesus. Hallelujah, hallelujah, hallelujah. Oh, Rababa, Shantana Bala, Buddha Bala Gadagasi, Antana Rigadala, Waida Gadagadasi. എല്ലാ കണ്ണുകളും ഇന്ന് പകൽ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാം ആയിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാ കണ്ണുകളും അടച്ചു നമുക്ക് ഒരുമിച്ച് പകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ നാളുകളെല്ലാം നമ്മെ നടത്തി നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു മാസം നമ്മെ നടത്തിയല്ലോ, നമ്മെ പരിപാലിച്ചല്ലോ, ആ കർത്താവിന് ഇന്ന് പകൽ നന്ദി പറയാം. എല്ലാ ധനങ്ങളും ചലിക്കട്ടെ. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കുക. കർത്താവിൻ്റെ മഹത്വം ഇന്ന് പകൽ ഇറങ്ങാൻ. സർവ്വനന്മ കേൾക്കും സർവധാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവ്വനന്മകൾക്കും സർവധാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാപിടിച്ചു. താതൻ തിരുകാരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുകാരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തണച്ചു. സർവ്വനന്മകൾക്കും സർവധാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവ്വനന്മകൾക്കും സർവധാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. ലോകായിമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ
ഇമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. കാണില്ലൊരു നാളും സ്വർഗതാതൻ ഹൃത്തിൽ മൂഢമായി ഞാൻ ഉറച്ചു. കാണില്ലൊരു നാളും സ്വർഗതാതൻ ഹൃത്തിൽ മൂഢമായി ഞാൻ ഉറച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനെ നന്ദിയാ. പരിശുദ്ധാത്മാവാൻ നിറയ്ക്കാം, അനുദിനവും എന്നെ പരനെ. പരിശുദ്ധാത്മാവാൻ നിറയ്ക്കാം, അനുദിനവും എന്നെ പരനെ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനെ നന്ദിയാ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, 2026 രണ്ടാമത്തെ മാസത്തിന്റെ ആരംഭ ദിവസമായി പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി നന്ദി. ഈ രണ്ടാമത്തെ മാസം തൻ്റെ മക്കളുടെ ലൈഫിൽ വളരെ അനുഗ്രഹത്തിൻ്റെ മാസമായി തീരാൻ, തൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടാൻ, എല്ലാ നന്മകളാലും കർത്താവ് അവരെ നിറയ്ക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ അങ്ങ് പകരുന്ന കൃപകൾക്കായി നന്ദി. ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ ശക്തിയോടെ ഉലാവിക്കൊണ്ടിരിക്കുന്ന മഹാകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ഞങ്ങൾക്കായി ചെയ്യണം. കർത്താവ് അങ്ങ് മഹത്വം എടുക്കണം. ശുശ്രൂഷകളെ ദൈവം അങ്ങ് നിയന്ത്രിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ വിശുദ്ധ വേദ പുസ്തകങ്ങൾ നാം ആയിരിക്കുന്ന ഭാഗങ്ങൾ എടുക്കാം. 1-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. ആമേൻ. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും
പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെ അല്ല, അവർ കാറ്റുപാറ്റുന്ന പതർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ഇന്ന് പകൽ ഈ സങ്കീർത്തനത്താൽ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അവസാനത്തെ നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ദുഷ്ടന്മാരുടെ വഴി ദൈവം അറിയുമ്പോൾ ദൈവം അറിയാത്ത, ആമൻ സ്തോത്രം, ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ ആമൻ സഞ്ചരിക്കുന്ന നടക്കുന്ന ദുഷ്ടന്മാരുടെ വഴി നാശകരം ആയി തീരുകയത്രേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നു പകൽ നമുക്ക് സ്തോത്രം ദൈവം അറിയുന്ന വഴികളിലൂടെ നമുക്ക് നടക്കാം. ദൈവം അറിയാത്ത, ദൈവഹിതമില്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സകല വഴികളും നമുക്ക് വിടാം, അതിനെ നമുക്ക് ഉപേക്ഷിക്കാം. ഇന്ന് പകൽ കർത്താവിൻ്റെ ആമേൻ വഴിയിലൂടെ നമുക്ക് നടക്കുവാൻ, ദൈവിക ആലോചന പ്രകാരം ഈ ദിവസങ്ങളിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഒരു പാട്ടൂടെ പാടി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. നമ്മുടെ കർത്താവ് സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന കർത്താവാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ശക്തിയോടെ നാം ആയിരിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആമേൻ ആമേൻ കഥാമേൻ. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം, എൻ്റെ പാപ പരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം, എണ്ണമില്ല പാപമെന്നിൽ നിന്ന് നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം, അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതൻ്റെ വന്യനാമം, വാനം ഭൂമിയേഹം പാതാളം ഒരുപോൽ എന്ന് തുടങ്ങി ആ പാട്ടുകാരൻ പാടുന്ന ആ പാട്ടിനോടൊപ്പം നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ആമേൻ. നമ്മൾ ഇന്ന് പകൽ ഉയർത്തുന്നത് യേശുവിൻ്റെ നാമത്തെയാണ്. നമ്മെ ഉയർത്തുന്നതും യേശുവിൻ്റെ നാമമാണ്. ഞാൻ ഒരിക്കൽ കൂടി അത് ആ വാക്ക് ആവർത്തിക്കുന്നു: നാം ഉയർത്തുന്നത് യേശുവിൻ്റെ നാമത്തെയാണ്, നമ്മെ ഉയർത്തുന്നതും ആ യേശുവിൻ്റെ നാമമാണ്. ആ യേശുവിൻ്റെ നാമത്തെ ഇന്ന് പകൽ നമുക്ക് പാടി ദൈവത്തെ ഈ മാസത്തിൻ്റെ ആരംഭ ദിവസം നമുക്ക് ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ഈ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായി കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുമ്പനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുമ്പനാമം, പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം, പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം, പാപമറ്റ ജീവിതത്തെ മാതൃകയെ കാട്ടി തന്ന പാവനമാ പുണ്യനാമം, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ പാവനമാ പുണ്യനാമം, യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമ്പനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കുമ്പനാമം, എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം, എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം, അന്യ
അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ഓ അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ഓ യേശുനാമം നാമം. ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം. വനം ഭൂമിയേവാം പാതാളം ഒരു പോൽ വാഴ്ത്തി വണങ്ങും നാമം. ഓ വാനം ഭൂമിയേവം പാതാളം ഒരു പോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം വയ്പ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം വയ്പ്പിച്ച നാമം. യേശുനാമം അതിശയനാമം. എനിക്കുമ്പ നാമം. ഓ യേശുനാമം എനിക്കുമ്പ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. അവൻ യേശുനാമം അതിശയനാമം. എനിക്കുമ്പ നാമം. യേശുനാമം നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിതർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും മുടന്തർക്കും കുഷ്ഠരോഗിക്കും വിടുതലും നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകും നാമം. ഓ യേശുനാമം അതിശയനാമം. എനിക്കുമ്പ നാമം. ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം. നീതിയുടെ രാജ ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നീതിയുടെ രാജ ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നാടുവാഴികളം തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും. നാടുവാഴികളം തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ നാമം. ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം. എനിക്കുമ്പ നാമം. ഓ യേശുനാമം ഓ യേശുനാമം അതിശയനാമം. എനിക്കുമ്പ നാമം. ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം. എനിക്കുമ്പ നാമം. ഓ യേശുനാമം. റിബശാന്ത റിബാലാധ റിബൽ പൗഡ അന്താര റിബശാധവനം തേരേ അന്തേര റിബ പൗഡ അന്താര റിബശാധ ഉവൈഡ റിബശാധന ഉഡാരാബ ശാധാലാബ ശൈഡ റിബ ലൂഡാരാബ അന്താര റിബശാധന റിബാലാബ ശൈഡ രാജ അത രാജ ദൂഡവരാധ റിവൈഡ റിബശാധന റിബാലാബ ശാധാലാബ അന്തേരക ദൂഡവനത്തെ ദിവലത്തര വൈഡവ ദൂഡവനത്തര ദിവല വൈഡമ ദിഗബൗഡവനച്ചക ദിഗല ഗനഗാരിവല ബൗഡമനന്തര ദിവല വൈഡമ ദിഗബൗഡമനം ശബരിവല ദിവല വൈഡമ രുണവല ഗീരാ അതര വൈഡമനച്ചക ദൂഡവലം താരിവല വൈഡമ ദൂഡവനത്തര വൈഡമനന്തേ ദിവലത്തര വൈഡമനത്തര വൈഡമനന്തര ദിവലനഗ ദിഗഗനഗ ദൂഡവലന്തേ ഓ വിഗമനത്തര വൈഡമ
ബല വൈഡബല ബല വൈശസി ഹദരക്ഷക ദൂഡബലം ദാന്തേ റിബല വൈഡബനം തേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി ഇന്ന് പകൽ മഹത്വപ്പെടട്ടെ. ഈ വിശുദ്ധ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിനെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് ഇന്ന് പകൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇന്ന് പകൽ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അപ്പോസ്തലനാകുന്ന യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ പറയുന്ന ഒരു വാക്കാണ്, ഒരു ഭാഗമാണ്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. വേദപുസ്തകത്തിൽ ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. അനവധിയാകുന്ന കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. സ്തോത്രം. അത് വരുന്നത് ഇന്ന കഷ്ടത അല്ലെങ്കിൽ ഇന്ന കഷ്ടമെന്ന് പറഞ്ഞ് തരം തിരിക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം ഈ ലോകത്തിൽ ഉള്ള കഷ്ടതകൾ അനവധിയാണ്, വിവിധ നിലകളിലാണ്, വിവിധ അനുഭവങ്ങളിലൂടെയാണ്, വിവിധ നിലവാരങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ കഷ്ടതകൾ കടന്ന് വരുന്നത്. എന്നാൽ കഷ്ടത അനുഭവിക്കുന്നവന് ദൈവത്തിൻ്റെ വചനം ഒരു പോംവഴി പറയുന്നുണ്ട്. കഷ്ടത അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽ ജീവിതത്തിൽ അനവധിയാകുന്ന കഷ്ടങ്ങളിലൂടെയാണ് ഇന്ന് നിന്റെ ജീവിതം കടന്നു പോകുന്നതെങ്കിൽ, അനവധിയാകുന്ന കഷ്ടങ്ങളിലൂടെയാണ് ഇന്ന് നിന്റെ കുടുംബം കടന്നു പോകുന്നതെങ്കിൽ, ഒട്ടനവധിയാകുന്ന കഷ്ടങ്ങളിലൂടെയാണ് ഇന്ന് നിന്റെ തലമുറ കടന്നു പോകുന്നതെങ്കിൽ, കഷ്ടതയിലായിരിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്നു പകൽ 2-ാമത്തെ മാസം പറയാനുള്ള ദൂതിതാണ്, പ്രാർത്ഥിക്ക്. നിന്റെ കഷ്ടതകൾ മാറാൻ പോവുകയാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, നീ ഇന്ന് കടന്നു പോകുന്ന കഷ്ടങ്ങൾ, നീ ഇന്ന് ഫേസ് ചെയ്യുന്ന, സ്തോത്രം, കഷ്ടങ്ങൾ, ഇന്ന് പകൽ കഷ്ടതയുടെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും ഇന്ന് പകൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നീ പ്രാർത്ഥിക്ക്, നിന്റെ കഷ്ടതകൾ മാറാൻ പോകുകയാണ്. ഞാൻ പറയുന്നത് കഷ്ടതയ്ക്കൊരു ശമനം വരുമെന്നല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. പ്രാർത്ഥിച്ചാൽ കഷ്ടതയ്ക്കൊരു ആശ്വാസം കിട്ടുമെന്നല്ല പറയുന്നത്. ഇന്ന് പകൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ക്രിസ്തു യേശുവിൻ്റെ ജയം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ പ്രാപിക്കണമെങ്കിൽ, അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കഷ്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്നവൻ ഇന്നു പകൽ ആ കഷ്ടങ്ങളെ ഈ പകൽ ജയിക്കുവാൻ പോകുകയാണ്. എത്ര വലിയ കഷ്ടതയുടെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കഷ്ടതയെ നീ അതിജീവിച്ച്, ആ കഷ്ടങ്ങളെ നീ ജയിച്ച് ഈ ദിവസങ്ങളിൽ നീ പുറത്ത് വരുവാൻ പോകുന്നു. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു. കാരണം സ്തോത്രം, പ്രാർത്ഥിക്കുന്നവൻ കഷ്ടതയിൽ കിടക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ കഷ്ടതയുടെ നടുവിൽ കിടക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ കഷ്ടത അനുഭവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം പ്രാർത്ഥന ദൈവമായി ബന്ധമുള്ളതാണ്. പ്രാർത്ഥന ദൈവമായിട്ട് നിന്നെ ബന്ധപ്പെടുത്തുന്നതാണ്. പ്രാർത്ഥന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ബന്ധത്വത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നതാണ്. ദൈവത്തോട് നിന്നെ അടുപ്പിക്കുന്ന
വിളിക്കുന്നതാണ്. പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അങ്ങനാണെങ്കിൽ ഇന്നു പകൽ ആമേൻ സ്തോത്രം, ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള ദൈവം, ആമേൻ, ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, ആമേൻ, ഇന്നു പകൽ വിളിച്ചു പറയട്ടെ, സകലത്തിൻ്റെയും ഉടയവനാകുന്ന ഈ കർത്താവിനോട്, ഈ ദൈവത്തോട് പ്രാർത്ഥനയിൽ നിനക്കൊരു ബന്ധമുള്ളപ്പോൾ, ആ ദൈവത്തോട് നിനക്കൊരു ബന്ധമുള്ളപ്പോൾ, ആ ദൈവത്തോട് അവൻ സംസാരിക്കുന്ന, ആ ദൈവത്തോട് ഇടപെടുന്ന, ആ ദൈവത്തോട് ഇടപഴകുന്ന, നിന്റെ ലൈഫിൽ നീ ഇന്ന് അനുഭവിക്കുന്ന, നീ ഇന്ന് കിടക്കുന്ന നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്ന് ദൈവം, നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഈ ദിവസങ്ങളിൽ അവൻ നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു. ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. വേദപുസ്തകത്തിൽ ഒരു യബ്ബേസ് എന്നൊരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് യബ്ബേസിൻ്റെ പ്രത്യേകത? വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യബ്ബേസിൻ്റെ അമ്മ എപ്പോഴും യബ്ബേസിനെ വ്യസനപുത്രൻ എന്ന് വിളിക്കുമായിരുന്നു. കാരണം ഈ മകൻ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ, അവൻ ജനിച്ചത് മുതൽ ഈ മകൻ ഈ അമ്മയ്ക്ക് വ്യസനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നും അമ്മയ്ക്ക് യബ്ബേസ് ഒരു വ്യസനപുത്രൻ ആയിരുന്നു. എന്നാൽ ഒരു ദിവസം, ആമേൻ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഞാനിങ്ങനെ പറയാറുണ്ട്, എല്ലാവരും, ഈ അമ്മ മാത്രമല്ല, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ കുടുംബം, തൻ്റെ സ്നേഹിതർ, തൻ്റെ നാട്ടുകാർ, ആ സമൂഹം എല്ലാവരും യബ്ബേസിനെ വിളിച്ചിരുന്നത് വ്യസനപുത്രൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, യബ്ബേസ് 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 എന്ന് ഓരോ വട്ടം ഓരോരുത്തർ വിളിക്കുമ്പോഴും ആമേൻ സ്തോത്രം, ഈ പേരനുവർത്തമാക്കിക്കൊണ്ട് താനൊരു വ്യസനപുത്രനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, അനേകർക്ക് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ആമേൻ സ്തോത്രം, ഇന്ന് ആമേൻ പ്രൈസ് യബ്ബേസിന്റെ സ്ഥാനത്ത് എന്നെ കേൾക്കുന്ന വ്യക്തിയെ നീ ആയിരിക്കാം. ആമേൻ, നിന്റെ കുടുംബത്തിന് നീ എന്നൊരു വ്യസനപാത്രമാണ്. ആമേൻ സ്തോത്രം, നിന്റെ ആമേൻ ഭർത്താവിന്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ മക്കൾക്ക് നീ ആമേൻ സ്തോത്രം പലപ്പോഴും നിന്റെ കുടുംബത്തിന്, നിന്റെ ദേശത്തിന്, നിന്റെ സമൂഹത്തിന് നീ ഒരു വ്യസനപുത്രനായി ഇന്ന് നീ ആയിരിക്കുന്നു എങ്കിൽ, ഇന്ന് പകൽ കർത്താവ് വിളിച്ചു പറയുന്നു, വ്യസനപുത്രനായി ആമൻ ഒരു യബ്ബേസിനെ പോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ, ഈ 2-ാമത്തെ മാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആരംഭ ദിവസത്തിൽ നിന്നോട് ദൂതറിയിക്കുന്നു. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഒരു നാൾ യബ്ബേസ് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. എന്താണ് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്? നിന്റെ കൈ, ദൈവമേ, നിന്റെ കൈ എനിക്ക് അനുകൂലമായി ഇരിക്കണം. ആമേൻ, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. ആമേൻ, എനിക്ക് വരുന്ന അനർത്ഥങ്ങളൊന്നും എനിക്ക് വ്യസന കാരണമാകാതെ വണ്ണം നീ അതിനെ തീർക്കണം. ആമേൻ, യബ്ബേസിൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോൾ ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് യബ്ബേസ് പ്രാർത്ഥിച്ചത്? ഒന്ന്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2, അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവം യബ്ബേസിനെ കാക്കുവാൻ തുടങ്ങി. ആമേൻ, ദൈവം പരിപാലിക്കാൻ തുടങ്ങി. യബ്ബേസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആമേൻ, ഹല്ലേലൂയ. യബ്ബേസിന്റെ അതിരുകളെ ദൈവം വിസ്താരമാക്കി. യബ്ബേസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം യബ്ബേസിനോട് കൂടെയിരുന്നു. എന്നാൽ ഈ പ്രാർത്ഥനകൾ ദൈവം യബ്ബേസിൽ നിന്ന് കേട്ട് കഴിഞ്ഞ് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ വേദ പുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ സഹോദരങ്ങളെക്കാൾ ദൈവം യബ്ബേസിനെ മാന്യനാക്കുവാനിടയായി. ഹല്ലേലൂയ, യബ്ബേസ് തൻ്റെ സഹോദരങ്ങളെക്കാൾ മാന്യനായി. അങ്ങനാണെങ്കിൽ സഹോദരങ്ങളുടെ നടുവിൽ, ആ കുടുംബത്തിൻ്റെ നടുവിൽ, ആ ദേശത്തിൻ്റെ നടുവിൽ, ആമേൻ, ദൈവം യബ്ബേസിനെ മാന്യനാക്കിയെങ്കിൽ ഇന്ന് പകൽ കഷ്ടതയുടെ പടുകുഴിയിൽ കിടക്കുന്ന നിന്നെ, ആമേൻ, കഷ്ടതയെ അനുഭവിച്ചു കൊണ്ടായിരിക്കുന്ന നിന്നെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടിട്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതറിയിക്കുന്നു, നീ ആയിരിക്കുന്ന കഷ്ടതയിൽ നിന്ന് നീ കരകയറുവാൻ പോവുകയാണ്. നീ ഇന്നായിരിക്കുന്ന കഷ്ടതയിൽ നിന്ന് നിന്റെ കുടുംബം കരകയറാൻ പോവുകയാണ്. നീ ആയിരിക്കുന്ന കഷ്ടതയിൽ നിന്ന് നിന്റെ തലമുറ ഇന്ന് പകൽ പുറത്തു വരാൻ പോകുന്നു. ഇന്ന് പകലത്തെ ഈ പ്രാർത്ഥന, ഇന്ന് പകൽ നീ മുട്ടുമടക്കിയാൽ, ഇന്ന് പകൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്ന്, ഇന്ന് നിന്റെ കുടുംബം അനുഭവിക്കുന്ന
അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്നും വേദപുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു, കരച്ചിൽ വന്ന് രാപ്പാർത്തു എന്നതുപോലെ ആമേൻ ജീവിതത്തിൽ പലപ്പോഴായി വന്ന് രാപ്പാർത്തിരിക്കുന്ന, നീ ചിന്തിക്കാത്ത നേരത്ത്, നീ നനയ്ക്കാത്ത നേരത്ത്, നീ വിചാരിക്കാത്ത നേരത്ത് അപ്രതീക്ഷിതമായി നിന്റെ കുടുംബത്തിൽ വന്നു കയറിയ ചില കഷ്ടങ്ങൾ, അപ്രതീക്ഷിതമായി നിന്റെ തലമുറയിൽ വന്നു കയറിയ ചില കഷ്ടങ്ങൾ, അപ്രതീക്ഷിതമായി നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് വന്ന് കയറി പാർക്കുന്ന ആമേൻ ചില കഷ്ടങ്ങൾ ഇന്ന് പകൽ ആ കഷ്ടത്തെ മാറ്റാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ഇന്ന് പകൽ നിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ആമേൻ. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നോക്കിക്കേ. കാനാവിലെ കല്യാണ വീട്ടിൽ സ്തോത്രം, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, ആമൻ അവർക്ക് വീഞ്ഞില്ല. എന്താണ് ഇത് ഇവിടെ സംഭവിക്കുന്നത്? സ്തോത്രം. ആ വീട്ടിനകത്ത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ പല മലയാളികളും പറയുന്നൊരു വാക്കിങ്ങനെയാണ്, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ അപ്രതീക്ഷിതമായ നേരത്ത് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ ചില കഷ്ടങ്ങൾ വന്നപ്പോൾ ആ മറിയയെ പോലെ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവളുടെ ആവശ്യം, ആ കുടുംബത്തിൻ്റെ ആവശ്യം, ആ ഭവനത്തിൻ്റെ ആവശ്യം യേശുവിനോട് അറിയിക്കുകയാണ്. എന്താണ് ആവശ്യം? അവർക്ക് വീഞ്ഞില്ല. ഇന്ന് പകൽ ആമേൻ നനയ്ക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത് ജീവിതത്തിൽ കഷ്ടം വന്ന അനന്തരം ദൈവ സന്നിധിയിൽ ഇന്നു പകൽ പ്രാർത്ഥിക്കുവാൻ, മുട്ടുമടക്കുവാൻ ആ മറിയെ പോലെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയോടെ വരാൻ നീ തയ്യാറാണെങ്കിൽ ഇന്നു പകൽ നിന്റെ ജീവിതത്തിൻ്റെ ചില കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ യേശുവിന് കഴിയുമെന്ന് ഇന്നു പകൽ ദൈവാത്മാവ് നിന്നോട് ദൂതറിയിക്കുന്നു. നിന്റെ കുടുംബത്തിൻ്റെ അകത്തെ ആ ശൂന്യത ഇല്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥയെ ആമേൻ പ്രതീക്ഷിക്കാത്ത നേരത്ത് നിന്റെ വീട്ടിനകത്ത് വന്നു കയറി ആ കഷ്ടത്തെ ഇന്ന് പകൽ പുറത്താക്കാൻ, ആ കഷ്ടത നിന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക്, ആ കഷ്ടത നിന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അറിയാവുന്ന കർത്താവ് ഇന്ന് പകൽ നാഴിക എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ നടുവിലും സമയമായില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ നടുവിലും നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ വിശ്വാസം കണ്ട് അവൻ ഇന്ന് പകൽ പന്തി വിട്ട് എഴുന്നേറ്റ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാം, നിനക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിക്കുക. ഈ മാസത്തിന്റെ ആരംഭ ദിവസം കർത്താവ് നിന്റെ ഭവനത്തിൽ, കർത്താവ് നിന്റെ ജീവിതത്തിൽ, ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ ഇറങ്ങി വന്ന യേശു ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ. പ്രേക്ഷകരോട് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ ജീസസ്. ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മുടെ കഷ്ടതകളെ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് വിടുതലുകൾ നൽകുന്ന നമ്മുടെ കർത്താവിന്, മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം. 2026 രണ്ടാമത്തെ മാസം ആരംഭ പകൽ കർത്താവിൻ്റെ വചനം കേട്ട ഓങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കൃപ ധാരാളമായി ദൈവം പകരുന്നതിനായി സ്തോത്രം. അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ അതിജീവിച്ച് മുന്നോട്ട് വരുവാൻ ദൈവം തൻ്റെ മക്കളെ അതിനെ ജയിച്ച് പുറത്തു വരാൻ ദൈവം ഒരുക്കുന്ന മഹാകൃപകൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നിറയ്ക്ക് മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസവും ഇന്നും വന്നേക്കും കർത്താവിൻ്റെ രണ്ടപരപ്പോളും കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.